ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഹെൽത്തി സമ്മർ ഡ്രിങ്ക് ആണ്. ഇതിൽ ഹൈ പ്രോട്ടീൻ, അയൺ അതുപോലെ ഫൈബർ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തണുപ്പ് നിലനിർത്താനും സഹായിക്കുന്നു. ദാഹം, ക്ഷീണം, വിശപ്പ് എന്നിവ മാറാൻ പണ്ടുകാലം മുതലേ ഉണ്ടാക്കി കുടിച്ചിരുന്ന ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പാരമ്പര്യ പാനീയം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ബൗൾ നിറയെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതിനെ റോസ്റ്റഡ് ഗ്രാം അല്ലെങ്കിൽ ബംഗാൾ ഗ്രാം എന്നാണ് പറയുന്നത്. ഇത് റോസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ചൂടാക്കണ്ട. തോടോടുകൂടിയാണ് ഇത് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കറുത്ത തോട് മാറ്റിയതിന് ശേഷം ഒരു ചെറിയ മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. തരികളൊന്നുമില്ലാതെ വേണം, നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് പണ്ട് കാലം മുതൽ എക്സർസൈസ് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന പൗഡറാണ്. ഇത് പാവപ്പെട്ടവരുടെ പ്രോട്ടീൻ പൗഡർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് വലിയൊരു പാത്രം എടുക്കാം. ഈ പൗഡർ ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഐസ് ക്യൂബൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഏകദേശം 3.5 ഗ്ലാസോളം വെള്ളം ഇതിൽ ചേർക്കുമേ. ഇതൊരു ലോ ഫാറ്റ് പൗഡർ ആയതുകൊണ്ട് ഡയബറ്റിക്സും കൊളസ്ട്രോളും ഉള്ളവർക്കും ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ ഹൈ പ്രോട്ടീൻസ്, ഫൈബർ കണ്ടൻസ് കൂടുതലാണ്, അയൺ ഉണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂണിൽ താഴെ പിങ്ക് സാൾട്ടും അതുപോലെ നോർമൽ സാൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/4 സ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. പിന്നെ ഇതിൽ ചേർക്കുന്ന ചേരുവകൾ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പോൾ കാണുമ്പോൾ ഹോർലിക്സിന്റെ കളറല്ലേ. അപ്പോൾ ഇനി കുട്ടികൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ബീട്രൂട്ട് കഷ്ണങ്ങൾ അരിഞ്ഞ് തിളപ്പിച്ചെടുത്തതാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ കുട്ടികൾ കുടിക്കുകയും ചെയ്യും, നല്ലൊരു കളറും കിട്ടും. കൂടാതെ ബീട്രൂട്ടിന്റെ ഗുണങ്ങളും ഇതിന് കിട്ടുമല്ലോ. വേണ്ടാത്തവർക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ഓനിയൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു പച്ചമുളക്, അധികം എരിവില്ലാത്തതാണ് ഞാൻ എടുത്തത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു നാരങ്ങയുടെ മുഴുവൻ ജ്യൂസും ചേർത്ത് കൊടുക്കണം. കൂടെ കുറച്ച് മല്ലിയില കുനുകുനാന്ന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന ഒരു സമ്മർ ഡ്രിങ്കാണ്. പ്രത്യേകിച്ചും UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്. അപ്പോൾ സമ്മർ കാലത്ത് അവരിങ്ങനെയാണ് ഉണ്ടാക്കി കുടിക്കുന്നത്. അതാണ് ഒനിയൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് ചേർക്കാൻ പറഞ്ഞത്. നമ്മളെ നാട്ടിലാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ ചെറിയ ഉള്ളി പകരത്തിന് ചേർത്താൽ മതി. ഇത് തയ്യാറാക്കിയതിന് ശേഷം അരമണിക്കൂറിലേറെ വെച്ചിരുന്നാലാണ് ഇതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുക. കാരണം ചേർത്ത ഫ്ലേവറുകളൊക്കെ ഇതിലേക്ക് അലിഞ്ഞ് ചേരണം. കുടിക്കാൻ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കുടിക്കാം. അതുപോലെ നല്ലപോലെ കലക്കി വേണം കുടിക്കേണ്ടതും. ലോ ഫാറ്റ് ആയതുകൊണ്ട് പൗഡർ അടിയിൽ ഉറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് മിക്സാക്കി കുടിക്കാൻ പറഞ്ഞത്. നോർത്ത് ഇന്ത്യയിൽ ഇതിനെ സത്തു ഡ്രിങ്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഹെൽത്തി സമ്മർ ഡ്രിങ്ക് ഇഷ്ടമായവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.